അധ്യായം 7. ഞാൻ ഇസ്രായേലിനു ചികിത്സ ചെയ്യുമ്പോൾ എഫ്രയീമിന്റെ അകൃത്യവും ശമര്യയുടെ ദുഷ്ടതയും വെളിപ്പെട്ടു വരുന്നു. അവർ വ്യാജം പ്രവർത്തിക്കുന്നു, അകത്തു കള്ളൻ കടക്കുന്നു, പുറത്തു കവർച്ചക്കാരുടെ കൂട്ടം കൊള്ളയിടുന്നു. അവരുടെ ദുഷ്ടതയൊക്കെയും ഞാൻ ഓർക്കുന്നു എന്നവർ മനസ്സിൽ വിചാരിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ സ്വന്തം പ്രവൃത്തികൾ അവരെ ചുറ്റിയിരിക്കുന്നു, അവ എന്റെ മുമ്പാകെ ഇരിക്കുന്നു. അവർ ദുഷ്ടത കൊണ്ടു രാജാവിനെയും ഭോഷ്കുകൊണ്ടു പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നു. അവർ എല്ലാവരും വ്യഭിചാരികളാകുന്നു. അപ്പക്കാരൻ ചൂട് പിടിപ്പിക്കുന്ന അപ്പക്കൂട് പോലെ ഇരിക്കുന്നു. മാവ് കുഴിച്ചതു മുതൽ അത് പുളിക്കുവോളം തീയരിക്കാതിരിക്കും. നമ്മുടെ രാജാവിന്റെ ദിവസത്തിൽ പ്രഭുക്കന്മാർക്ക് വീഞ്ഞിന്റെ ഉഷ്ണത്താൽ ദീനം പിടിക്കുന്നു. അവൻ പരിഹാസികളോടുകൂടെ കൈനീട്ടുന്നു. അവർ പതിയിരിക്കുന്ന സമയത്ത് തങ്ങളുടെ ഹൃദയത്തെ അപ്പക്കൂട് പോലെ ഒരുക്കിയിരിക്കുന്നു. അവരുടെ അപ്പക്കാരൻ രാത്രി മുഴുവനും ഉറങ്ങുന്നു, രാവിലെ അത് ജ്വലിക്കുന്ന തീ പോലെ കത്തുന്നു. അവരൊക്കെയും അപ്പക്കൂട് പോലെ ചൂട് പിടിച്ചു തങ്ങളുടെ ന്യായാധിപന്മാരെ തിന്നുകളയുന്നു. അവരുടെ രാജാക്കന്മാരൊക്കെയും വീണിരിക്കുന്നു. അവരുടെ ഇടയിൽ എന്നോട് അപേക്ഷിക്കുന്നവൻ ആരുമില്ല. എഫ്രയീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. എഫ്രയീം മറിച്ചിടാത്ത ദോശയാകുന്നു. അന്യജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞു, എങ്കിലും അവൻ അറിയുന്നില്ല. അവൻ അവിടെവിടെ നരച്ചിരിക്കുന്നു, എങ്കിലും അവൻ അറിയുന്നില്ല. ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്തു സാക്ഷീകരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ മടങ്ങി വന്നിട്ടില്ല. ഇതിലൊക്കെയും അവനെ അന്വേഷിച്ചിട്ടുമില്ല. എഫ്രയീം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെ ആകുന്നു. അവർ മിസ്രയീമിനെ വിളിക്കുകയും അശൂരിലേക്ക് പോകുകയും ചെയ്യുന്നു. അവർ പോകുമ്പോൾ ഞാൻ എന്റെ വല അവരുടെ മേൽ വീശും. ഞാൻ അവരെ ആകാശത്തിലെ പറവകളെപ്പോലെ താഴെ വരുത്തും. അവരുടെ സഭയെ കേൾപ്പിച്ചതുപോലെ ഞാൻ അവരെ ശിക്ഷിക്കും. അവർ എന്നെ വിട്ട് ഓടിപ്പോയതുകൊണ്ട് അവർക്ക് അയ്യോ കഷ്ടം. അവർ എന്നോട് അതിക്രമം ചെയ്യുക കൊണ്ട് അവർക്കു നാശം. ഞാൻ അവരെ വീണ്ടെടുപ്പാൻ വിചാരിച്ചിട്ടും അവർ എന്നോട് ഭോഷ്കു സംസാരിക്കുന്നു. അവർ ഹൃദയപൂർവ്വം എന്നോട് നിലവിളിക്കാതെ കിടക്കയിൽ വെച്ച് മുറയിടുന്നു. അവർ ധാന്യവും വീഞ്ഞും നിമിത്തം ഒന്നിച്ചുകൂടുന്നു. അവർ എന്നോട് മത്സരിക്കുന്നു. ഞാൻ അവരുടെ ഭുജങ്ങളെ അഭ്യസിപ്പിച്ച് ബലപ്പെടുത്തിയിട്ടും അവർ എന്റെ നേരെ ദോഷം നിരൂപിക്കുന്നു. അവർ തിരിയുന്നു, മേലോട്ടല്ലതാനും. അവർ വഞ്ചനയുള്ള വില്ലുപോലെയാകുന്നു. അവരുടെ പ്രഭുക്കന്മാർ നാവിന്റെ ക്രോധം നിമിത്തം വാളുകൊണ്ട് വീഴും. അത് മിസ്രയീം ദേശത്ത് അവർക്ക് പരിഹാസ ഹേതുവായിത്തീരും.